ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഒരു 2 മാസത്തിന് ശേഷം വീണ്ടും വീഡിയോയുമായിട്ട് വന്നേക്കുവാണ് കേട്ടോ. സോപ്പ് മേക്കിംഗ് വീഡിയോ ഒരുപാട് പേര് നമ്മുടെ നോക്കിയിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ ചെറിയ രീതിയിൽ ക്ഷമ ചോദിക്കുന്നു. എന്നു ചോദിച്ചാൽ ഞാനൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് മാറി നിന്നായിരുന്നു കേട്ടോ. അപ്പം പിള്ളേർക്കും ഹോസ്പിറ്റൽ കേസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിന് ശേഷം വന്നിട്ടാണ് അതിന് ശേഷം ഒരു 3-4 ദിവസം കൂടെ ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് സെറ്റ് ആവാനായിട്ടുള്ള ടൈം എടുത്തു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാതിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ പുനരാരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുങ്കുമത്തിൻ്റെ സോപ്പിൻ്റെ വീഡിയോ ആണ്. നമ്മൾ കൂടുതലും ഇപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ സോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് കുങ്കുമപ്പൂവിൻ്റെ സോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് പണിയിലാണ്. ഇന്ന് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ അറിയിക്കാൻ ഒരു കുഞ്ഞു സന്തോഷം കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞു ജോലി കിട്ടി. അപ്പം അതിൻ്റെ ഒരു ഇതിനൊക്കെ ആയിട്ട് ജോലിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നൈറ്റിലാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ സമയക്കുറവൊക്കെ ഉണ്ട്. ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതാണ് കുങ്കുമത്തിൻ്റെ സോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുങ്കുമം കുറച്ച് ഗ്രാം എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ചൂടുവെള്ളത്തിലിട്ട് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കളർ ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. എനിക്ക് റോസ് വാട്ടർ അവൈലബിൾ അല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മറു സൈഡിൽ നമ്മൾ ബേസ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നമ്മൾ ബേസ് വെച്ച് നന്നായിട്ട് ഉരുകി കിട്ടുന്ന നേരം കൊണ്ട് ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാനിത് കുതുക്കാൻ വെച്ചത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കുതുക്കാൻ വെച്ചിരുന്നാൽ മതി. നല്ല രീതിയിൽ പെട്ടെന്ന് കളറിലേക്ക് കിട്ടും. പിന്നെ ഈ കുങ്കുമപ്പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, ഉള്ളി കഴിച്ചാൽ പോലും നല്ല രീതിയിൽ ഗുണങ്ങളുള്ള ഒരു പൂവാണ്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും പിന്നെ ഡവിൻ്റെ സ്മെല്ലുമാണ് ഞാൻ ഇന്ന് ഈ സോപ്പ് മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കറ്റാർവാഴയുടെ ജ്യൂസ് അരച്ചത് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് മാത്രം ചേർത്താണ് നമ്മളിന്ന് കുങ്കുമപ്പൂവിൻ്റെ സോപ്പ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ഒരു റിവ്യൂ കിട്ടിയ സോപ്പാണിത്. ഞാൻ ഒറ്റത്തവണ ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഫാൻസായി. ശരിക്കും ഈ സോപ്പിൻ്റെ ഫാൻസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ കുങ്കുമപ്പൂവിൻ്റെ സോപ്പ് ചെയ്യുന്നതും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ സോപ്പ് മേക്കിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് ഉരുക്കിയത് എടുത്തുകൊണ്ട് വരാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബേസ് നമ്മുടെ കയ്യിലെത്തി. നല്ല രീതിയിൽ ബേസ് സെറ്റായി കിട്ടി. ഇനി അതിനകത്തേക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം ചേർത്ത് ഇളക്കി പെട്ടെന്ന് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അധികം ടൈമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോലി കഴിഞ്ഞ് വന്നൊരു നല്ല രീതിയിൽ നൈറ്റ് ടൈമായി. ആ ടൈമിൽ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സോപ്പ് ചെയ്തിട്ട് അത് മുഴുവൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഇന്ന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ടൈം നമുക്ക് കുറവാണ്. പിന്നെ പിള്ളേരൊക്കെയുള്ള വീടായതുകൊണ്ട് ഒട്ടും നമുക്ക് ടൈം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ കുങ്കുമപ്പൂവ് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഒരു 100 ml ആണ് നമ്മൾ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 കിലോ ബേസാണ്. 2 കിലോ ബേസിലേക്കാണ് 100 ml കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു മിക്സ്ചർ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ പൂവിന് കളർ ഇളകി കഴിഞ്ഞിട്ടും അതിൻ്റെ പൂവിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകൾ കിടക്കും. അത് അവിടെ ഇവിടെയായിട്ട് പോയി കിടക്കും. അത് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അലോവേര നമ്മൾ ചേർക്കുന്നത് ഒരു 50 ml അലോവേരയും കൂടെ ചേർക്കുന്നുണ്ട്. 2 കിലോ ബേസിലേക്ക് 100 ml കുങ്കുമപ്പൂവിൻ്റെ ജ്യൂസ് പ്ലസ് 50 ml അലോവേര. ഇതിലും കൂടുതൽ ചേർത്തും ചെയ്യാം, പക്ഷേ ഞാൻ ഇത്രേ ചേർത്ത് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ ചേർക്കുന്ന അളവുകളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ്. ഗ്ലിസറിന് ഒരു 4 അടപ്പ്, അതായത് ഒരു കിലോ ബേസിന് 2 അടപ്പ് എന്ന കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഗ്ലിസറിന് ഇച്ചിരി മുന്നോട്ട് നിർത്തി ആഡ് ചെയ്താണ് നമ്മൾ സോപ്പ് ചെയ്തത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഉപയോഗിച്ച എല്ലാവരും നല്ല റിസൾട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 4 അടപ്പ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട്
നമ്മൾ സ്മെല്ല് ചേർക്കുന്നുണ്ട്. സ്മെല്ല് നമ്മൾ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ആണ് അടുത്ത് ചേർക്കുന്നത് കേട്ടോ. വൈറ്റമിൻ ഇ ഒരു 20 തുള്ളി, അതായത് ഈ 2 കിലോ ബേസിൽ നിന്ന് നമുക്ക് 20 സോപ്പ് കിട്ടും. ഒരു സോപ്പിന് 1 തുള്ളി അല്ലെ 1 ml വെച്ചിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടാണ് വൈറ്റമിൻ ഇ 20 ml ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്മെല്ലാണ്. ഡവിൻ്റെ സ്മെല്ലാണ് ഞാൻ കുങ്കുമപ്പൂവിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ 40 ml, 1 കിലോ ബേസിലേക്ക് 40 ml സ്മെല്ല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം 40 തികയാത്ത ആ പാത്രത്തിൽ നമുക്കൊരു 30 എടുത്തേ വരുന്നുള്ളൂ. അപ്പം ഒരു 10, 11, 12 മില്ലിയും കൂടെ ഞാൻ എക്സ്ട്രാ, അതായത് 42 മില്ലി നമ്മൾ ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്മെല്ല്. അപ്പം ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്പൂണോ സ്പാച്ചുലറോ എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നല്ല രീതിയിൽ, അതായത് തടി സ്പൂണുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. തടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കരുത്. സ്റ്റീലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്പൂണുകളാണ് നമ്മൾ ഇളക്കാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പം നല്ല രീതിയിൽ സ്മെല്ല് എല്ലായിടത്തും എത്തിക്കിട്ടാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ സ്പീഡിൽ പെട്ടെന്ന് ചെയ്യാവുന്ന, നല്ല മാർക്കറ്റ് പിടിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണിത്. അപ്പം പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാന്നുള്ളത് കോക്കനട്ട് ഓയിലാണ്. 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് 2 കിലോ ബേസിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അധികമായിട്ട് നിങ്ങൾ ഓയിൽ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സോപ്പ് പെട്ടെന്ന് വഴുതിപ്പോകും. വഴുതിപ്പോയി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അവർ കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിലും ഈ സോപ്പ് നിൽക്കാതെ വരും. അപ്പോൾ അത് അവർ കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ അധികം ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഇതിന് പകരം, കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഓയിലുകൾ എന്തായാലും നമുക്ക് ചേർക്കാം. പക്ഷേ ഒരു പരിധി കവിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ കൂടുതൽ നിങ്ങൾ എന്ത് ഓയിലായാലും ചേർക്കാൻ പാടില്ല. ഇത് നമ്മൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ 100 ഗ്രാമിൻ്റെ മോൾഡുകളിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മൾ ഒഴിക്കുന്നത് 85-90 ഗ്രാമിൻ്റെ 85-90 ഗ്രാമിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരളവിലേക്കുള്ള സോപ്പുകളാണ് വീണ്ടും നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ റിസൾട്ട് എല്ലാവർക്കും പറഞ്ഞൊരു സോപ്പാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ തന്നെ, നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരുപാട് 1-2 റിവ്യൂസ് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സോപ്പ് യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിൻ ഇൻഫെക്ഷനുകൾ മാറിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിൽ 1-2 ആൾക്കാരൊക്കെ പല രീതിയിലാണ് എല്ലാവരും റിവ്യൂ പറയുന്നത്. ചിലർക്ക് ഡ്രൈ സ്കിന്ന് മാറി, അങ്ങനെ കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിന് ഓർഡർ വരുന്നതും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പം വിചാരിക്കണ്ട ഇയാൾക്ക് എപ്പോഴും കുങ്കുമപ്പൂവ് തന്നെ ഉള്ളോ ചെയ്യാനൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതാണ് വീഡിയോയിൽ നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ട് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല റിസൾട്ടുള്ള സോപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെറിയ ചെറിയ കമൻറ്റുകൾ ഇടുക. നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ.